ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ രൂക്ഷമായിട്ടുണ്ട്. തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ ഹമാസിന്റെ സൈനിക നേതാക്കളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് ഈ ഭീഷണി. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിന്റെ കൊലപാതകം സംഘർഷത്തിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്നു. പ്രദേശത്തു നിന്ന് റോക്കറ്റ് വിക്ഷേപണം നടത്തിയതായി ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസ മുനമ്പിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഗാസയിലെ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കടുത്ത ക്ഷാമത്തെക്കുറിച്ച് സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഗൗരവമായി കാണേണ്ടതാണ്. ട്രംപ് ഭരണകൂടം ഇസ്രായേലിന്റെ ശക്തമായ പിന്തുണക്കാരനാണ്. കൂടാതെ ഹമാസിന് ഹ്രസ്വകാലത്തേക്ക് ഗാസയുടെ നിയന്ത്രണം തുടരാനാകുമെന്ന് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഹമാസിനെതിരായ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശക്തമായ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭീകര സംഘടനയ്ക്കും ഗാസയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും വിറ്റ്കോഫ് ഊന്നി പറഞ്ഞു. ഗാസയിലെ സ്ഥിതി അമേരിക്കയിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ സെമിറ്റിക് വിരുദ്ധ അക്രമവും പീഡനവും തടയണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ പാലിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2024 സർവകലാശാലയിൽ ആഴ്ചകളോളം നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെയും ക്യാമ്പുകളുടെയും തുടർച്ചയുടെ ഭാഗമായാണ് ഈ നീക്കം. ഗാസയിൽ ഒരു വെടിനിർത്തൽ ചർച്ച നടത്തുവാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തർ പ്രധാന പങ്ക് വഹിച്ച രാജ്യമാണ്. എന്നിരുന്നാലും സ്ഥിതി ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ്. ഇരുപക്ഷവും ഇടപെട്ട് പിന്മാറാൻ വിസമ്മതിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ മാനുഷിക സാഹചര്യം വളരെ ഗുരുതരാവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കടുത്ത ക്ഷാമത്തെക്കുറിച്ച് സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒന്നും ലഭ്യമാകുന്നില്ല. യുദ്ധത്തിൽ മരിക്കുന്നവർ കൂടാതെ പട്ടിണി കിടന്നും ഗാസയിലെ ജനങ്ങൾ മരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഗാസയിലേക്ക് ഭക്ഷ്യസഹായം നൽകുന്ന ഏറ്റവും വലിയ ദാതാക്കൾ 6 ദിവസത്തേക്ക് കൂടി നിലനിൽക്കാൻ ആവശ്യമായ മാവ് മാത്രമേ തങ്ങളുടെ പക്കലുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മേഖലയിൽ സംഘർഷത്തിന് ഒരു പരിഹാരം കാണേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ എടുത്തു കാണിക്കുകയാണ്. ഹ്രസ്വകാലത്തേക്ക് ഗാസയിൽ ഒരു മാനുഷിക ദുരന്തം തടയുന്നതിന് വെടിനിർത്തലും സഹായ വിതരണങ്ങൾ പുനരാരംഭിക്കലും അത്യാവശ്യമാണ്. ഇസ്രായേലുകാരും പലസ്തീനികളും തങ്ങളുടെ തലസ്ഥാനമായി അവകാശപ്പെടുന്ന ജെറുസലേമിന്റെ പദവിയാണ് പ്രധാന പ്രശ്നം. ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിലവിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമായി. മറ്റൊരു പ്രധാന പ്രശ്നം 2007 മുതൽ നിലനിൽക്കുന്ന ഗാസ ഉപരോധമാണ്. ഉപരോധം ഗാസയിലെ സമ്പദ് വ്യവസ്ഥയിലും ജീവിത നിലവാരത്തിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ നിലവിലെ മാനുഷിക പ്രതിസന്ധിക്കും ഇത് കാരണമായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംഘർഷത്തിന് ഇടയാക്കിയ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന പദ്ധതി വികസിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനായി എല്ലാ വശങ്ങളിൽ നിന്നും ചർച്ചകൾക്കുള്ള പ്രതിബദ്ധതയും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്നദ്ധതയും ആവശ്യമാണ്. സഹായ വിതരണങ്ങൾ പുനരാരംഭിക്കുന്നുണ്ടെന്നും ഗാസയിലെ ജനങ്ങൾക്ക് അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവ ലഭ്യമാകുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണം. ഗാസയിലെ സംഘർഷം അതിസങ്കീർണവും ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു പ്രശ്നമാണ്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ. എന്നിരുന്നാലും ഒരുമിച്ച് പ്രവർത്തിക്കുകയും സമഗ്രമായ ഒരു സമാധാന പദ്ധതിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളുടെയും ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്നതിനായി മുന്നോട്ടുള്ള വഴി തെളിയുമെന്ന് പ്രതീക്ഷിക്കാം.